ഫെബ്രുവരി 17 ആറാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. മർക്കോസ് 8:14 മുതൽ 21 വാക്യങ്ങൾ. ഒരു സെമിനാരി വിദ്യാർത്ഥിയെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി തീർത്ഥാടനത്തിന് അയച്ചു. ഭക്ഷണത്തിനായി അവൻ യാചിക്കണം. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കുന്നതിൻ്റെ അവസ്ഥ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ മേലധികാരികൾ അങ്ങനെ അയച്ചത്. ഓരോ രാത്രിയും സൂര്യാസ്തമയ സമയത്ത് താമസിക്കാൻ സ്ഥലമില്ലാത്തതിനാലോ രാത്രിയാവുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ലഭിക്കാത്തതിനാലോ സെമിനാരി വിദ്യാർത്ഥി പരിഭ്രാന്തിയിലായി. എന്നാൽ മുൻ രാത്രികളിൽ അവനെ എപ്പോഴും ആരെങ്കിലും കൊണ്ടുപോയി ഭക്ഷണം നൽകുന്നുണ്ട് എന്ന് അവൻ അറിയാമെങ്കിലും ഈ പരിഭ്രാന്തി എല്ലാ രാത്രിയും അവനെ ബാധിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ ഇതേ ആശങ്ക ശിഷ്യന്മാരെയും കാർന്നു തിന്നുന്നത് നാം കാണുന്നു. യാത്രയ്ക്ക് ഭക്ഷണം കൊണ്ടുവരാൻ അവർ മറന്നുപോയി. അവരുടെ ഇടയിൽ ഒരു അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എങ്ങനെ അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ സാധിക്കും? യേശു 2 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വലിയ ജനക്കൂട്ടത്തെ കുറച്ച് അപ്പവും മത്സ്യവും കൊണ്ട് തീറ്റിപ്പോറ്റിയത് അവർ കണ്ടതാണ്. എന്നിട്ടും അവർ ഇപ്പോൾ ഭക്ഷണമില്ലാത്തതിന് ഓർത്ത് വിഷമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന് അവരുടെ വിശപ്പിനെ കുറിച്ചുള്ള ആശങ്കയല്ലായിരുന്നു. ഫരിസേയരോടൊപ്പം ജാഗ്രത പാലിക്കാനും ഹെരോദസിന്റെ പുളിപ്പിനെ കുറിച്ച് ജാഗ്രത പാലിക്കാനും അവൻ അവരോട് നിർദ്ദേശിക്കുന്നു. എന്നാൽ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. യേശു ഉദ്ദേശിച്ചത് അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല എന്ന വസ്തുതയാണ് എന്ന് അവർ കരുതി. യേശുവും ശിഷ്യന്മാരും തികച്ചും വ്യത്യസ്തമായ ചിന്താഗതികളിലായിരുന്നു. അവൻ്റെ അനുയായികൾ അവരുടെ വിശപ്പ് ശമിപ്പിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അവരുടെ ആ സ്വാർത്ഥത കണ്ട് യേശു അസ്വസ്ഥനാകുന്നു. അവരുടെ ഹൃദയം കഠിനമാണോ എന്ന് യേശു അവരോട് വ്യക്തമായി ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ, അല്ലെങ്കിൽ അവരോട് അസ്വസ്ഥത പ്രകടിപ്പിച്ചതുപോലെ നമ്മളോടും പ്രകടിപ്പിക്കുമോ? ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നത് കിട്ടാതിരുന്നാൽ ദൈവം നൽകുന്ന മറ്റു നിരവധി സമ്മാനങ്ങൾ നാം തിരിച്ചറിയാതെ പോകാറില്ലേ? നമ്മുടെ ഹൃദയങ്ങൾ കഠിനമാകാൻ അനുവദിക്കാൻ എളുപ്പമാണ്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വേണം. എന്നാൽ യേശു നമുക്ക് സമ്മാനിക്കുന്ന ദാനങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരു പ്രത്യേക പ്രവൃത്തിയോ അനുഗ്രഹമോ പ്രതീക്ഷിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം ദിവസവും ലഭിക്കുന്നുണ്ടാകാം. എന്നിരുന്നാലും നമ്മുടെ കണ്ണുകളും ഹൃദയങ്ങളും തുറന്നിരിക്കുന്നില്ലെങ്കിൽ ആ അനുഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല. പകരം നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ചായിരിക്കും നമ്മൾ ആവലാതിപ്പെടുക. ദൈവത്തിൻ്റെ കൃപകളുടെ സമൃദ്ധി നഷ്ടമാകാതെ നോക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.